ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്തം ധർമ്മസ്മൂഢചേതഃ ശ്രേയസ്യാ നിശ്ചിതം ഭൂഹിതന്മേ ശിഷ്യസ്യേഹം ചാരിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിലെ 10-ാമത്തെ അധ്യായം വിഭൂതി യോഗം 30 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 31 തൊട്ടാണ് ചിന്തിക്കേണ്ടത്. പവന പവതാസ്മി രാമശസ്ത്ര ഭൃതാമഹം ൽക്ഷാണാം മകരശാസ്മി സ്വത്രാണാം അസ്മി ജാനവി. പവതാം പവന അസ്മി, ശുദ്ധീകരിക്കുന്ന വസ്തുക്കളിൽ കാറ്റ് ഞാനാകുന്നു, അതായത് വായു ഞാനാകുന്നു. ശസ്ത്രഭൃതാം രാമ അഹം, ആയുധം ധരിച്ചവരിൽ രാമൻ ഞാനാകുന്നു. ഇൽക്ഷാണാം മകരശാസ്മി, മത്സ്യങ്ങളിൽ മകരമത്സ്യം ഞാനാകുന്നു. ആദ്യത്തെ മത്സ്യാവതാരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മത്സ്യം മകരമത്സ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഭഗവാൻ തന്നെയാണ്. സ്രോതസാം ജാഹ്നവി അസ്മി, നദികളിൽ ഗംഗയും ഞാനാകുന്നു. ശുദ്ധീകരിക്കുന്നവരിൽ വായുവും, ആയുധം ധരിച്ചവരിൽ രാമനും, മത്സ്യങ്ങളിൽ മകരമത്സ്യവും, നദികളിൽ ഗംഗയും ഞാനാകുന്നു. ജാഹ്നവി ജന്നുവിൻ്റെ പുത്രി. ജന്നു മഹർഷി ഗംഗയെ പാനം ചെയ്യുകയും പിന്നീട് ചെവിയിലൂടെ പുറത്തുവിടുകയും ചെയ്ത പുരാണ കഥ പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് ജന്നുവിൻ്റെ പുത്രിയാണ് ജനു. ജാഹ്നവി എന്ന് പറയുന്നത് ജന്നുവിൻ്റെ പുത്രി. അത് ഗംഗാനദിയാണെന്നർത്ഥം. സർഗാണാം ആദിരന്തസാത്യം മദ്യം ചൈവാഹമർജുന ആധ്യാത്മവിദ്യാവിദ്യാനം വാദപ്രപദാമഹം. അർജുന, സർഗാണാം അല്ലയോ അർജുന, സൃഷ്ടികളിൽ ആദി മധ്യം അന്തം ച, ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും അവസ്ഥാത്രയത്തെ ഉണ്ടാക്കുന്ന സൃഷ്ടി സ്ഥിതി ലയം അത് ഞാൻ തന്നെയാകണം. സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണ് അവസ്ഥാത്രയം സംഭവിക്കുന്നത്. അതിൽ നിന്നാണ് സൃഷ്ടിയും സ്ഥിതിയും ലയവും ഉണ്ടാകുന്നത്. അത് ആദി മധ്യം അന്തഃ, ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഞാൻ തന്നെയാകുന്നു. അഹം ഏവ, ഞാൻ തന്നെയാകുന്നു. വിദ്യാനാം ആധ്യാത്മവിദ്യ, വിദ്യകളിൽ ആധ്യാത്മവിദ്യ, അതാണ് ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ എന്ന് പറയുന്നത്. ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അറിവാണ് യഥാർത്ഥ ആധ്യാത്മിക വിദ്യ. പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ അറിവാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക വിദ്യ എന്ന് പറയുന്നത്. അത് പരമമായ വിദ്യയാണ്. അത് ഈശ്വരനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് എന്നർത്ഥം. വാദിക്കുന്നവരിൽ വാദവും ഞാൻ തന്നെയാണ്. സർഗാണാം എന്ന് പറയുന്നതിൽ ജീവികൾ മാത്രമല്ല സകല സൃഷ്ടികൾ ഉൾപ്പെടുന്നു. സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം സർഗം എന്ന പദത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തെ സംബന്ധിക്കുന്നതാകയാൽ ആത്മവിദ്യ പ്രാധാന്യം സ്പഷ്ടമാണ്. അത് നിർണയത്തിന് ഹേതു ആകയാലാണ് വാദത്തിന് പ്രാധാന്യം. വാദം എന്ന് പറഞ്ഞാൽ തർക്കം. ചില കാര്യങ്ങൾ തർക്കിച്ചാണ് ഗുണവും ദോഷവും തിരിച്ചറിയുക. ഇപ്പം തർക്ക വിഷയം എന്ന് പറഞ്ഞാൽ ഈ സംശയത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കിയത് മറ്റൊരാളെ അംഗീകരിക്കാതെ വരുമ്പം, അതിനെ മനസ്സിലാക്കാതെ ഏത് തരത്തിലോ അത് അംഗീകരിക്കാതെ ഇരിക്കുമ്പോഴാണ് അവിടെ തർക്കം ഉണ്ടാകുക എന്നർത്ഥം. അപ്പോൾ ഈ തർക്കം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ശരിയായ കാര്യം എന്താണെന്നുള്ളത് തർക്കത്തിലൂടെ പുറത്തു വരും. അതുകൊണ്ടാണ് വാദം എന്ന് പറയുന്നത്. വാദിക്കാനുള്ള കഴിവോടുകൂടിയാണ്. ആ വാദം എന്ന് പറയുന്ന സംഗതി, ആ കഴിവ് തന്നെ ഈശ്വരശക്തിയാണെന്നർത്ഥം. ഇപ്പം നമ്മൾ മനുഷ്യജന്മം കിട്ടിയാൽ പഠിക്കേണ്ട ഒരേ ഒരു വിഷയം, നമ്മൾ ഭൗതികമായിട്ട് എന്ത് ചെയ്താലും എന്തൊക്കെ പഠിച്ചാലും എന്ത് സ്ഥാനമാനങ്ങൾ നേടിയാലും ഈ ആധ്യാത്മിക വിദ്യയാണ് സനാതന ധർമ്മത്തിൻ്റെ മൂലം. നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന വിദ്യയാണ് ആധ്യാത്മിക വിദ്യ അഥവാ സ്പിരിച്വാലിറ്റി. അതിൽ അല്പമെങ്കിലും ജ്ഞാനം നേടാതെ നമുക്ക് യഥാർത്ഥത്തിൽ
ജീവിതത്തിൽ സക്സസ് ആകാൻ സാധിക്കുക. അതായത് സമാധാനത്തോടെ അനായാസന ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ, ദൈവാധീനം ഉണ്ടാകണമെങ്കിൽ ആധ്യാത്മിക വിദ്യയുടെ അടിത്തറയിട്ടിരിക്കണം എന്നർത്ഥം. അപ്പം ബാക്കിയുള്ള ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി അലയുമ്പം അവർക്കൊന്നും ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കാറില്ല. അതിന് യഥാർത്ഥ കാരണം നമ്മുടെ ട്രഡീഷനാകുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ആധ്യാത്മിക വിദ്യയാണ്. അത് നേടാൻ ശ്രമിക്കാതെ, അത് നേടാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും, നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു കാലം വരെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് നമുക്ക് സമാധാനം കിട്ടിയിരുന്നോ? ഭൗതികതയാണ് ശ്രേഷ്ഠമെന്ന് വിചാരിച്ചുകൊണ്ട് രക്തത്തിളപ്പ് കൊണ്ട് ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടി, എന്നിട്ട് ശാശ്വതമായ സുഖം അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? അതേസമയം ഇപ്പോൾ ഈ ബാക്കിയെല്ലാം ഒന്നും ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കിട്ടുന്ന ശാന്തിയും സമാധാനവും നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും. എനിക്ക് യാതൊരു സംശയമില്ല, 42 വയസ്സ് വരെ കിട്ടാത്ത ശാന്തിയും സമാധാനവും ഈ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ അനായാസനം ഓവർകം ചെയ്യാനും സാധിക്കുന്നു. അവിടെയൊന്നും തളരാതെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ട് എന്ത് കാര്യത്തിലും, നിസ്സാര കാര്യങ്ങളിൽ പോലും നമുക്കതിനെയൊക്കെ തട്ടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് ആണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യയുടെ രഹസ്യം. അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് ആധ്യാത്മിക വിദ്യ. അതങ്ങനെ ഇങ്ങനെയൊന്നും ആർജിക്കാനുള്ള യോഗ്യതയൊന്നും കിട്ടില്ല. അർഹത എല്ലാവർക്കും ഉണ്ട്, പക്ഷെ യോഗ്യതയിലേക്ക് എത്തണമെങ്കിൽ അനേക ജന്മങ്ങളുടെ സുഹൃതത്തിൻ്റെ ഒരു സ്വരൂപൂട്ട പുണ്യം എന്ന് പറഞ്ഞാൽ പവിത്രത വരിക. യഥാർത്ഥ ഭൗതികമായ പുണ്യത്തിൻ്റെ ഫലം സുഖമായിരിക്കും. അത് നമുക്ക് അനുഭവിച്ച് അതിൽ നിന്നൊക്കെ മുക്തി കിട്ടുമ്പോഴാണ് യഥാർത്ഥ പുണ്യം, പവിത്രത, കർമ്മത്തിൽ ശുദ്ധി വരുമ്പോഴാണ് ആധ്യാത്മിക വിദ്യയ്ക്ക് യോഗ്യത കിട്ടുക എന്നർത്ഥം. അത് വരുമ്പോഴാണ്, അത് കിട്ടാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ശാന്തിയും സമാധാനം, അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തെ സംബന്ധിക്കുന്നതാകൊണ്ട് അതിനെ ആത്മവിദ്യ എന്ന് പറയുന്നുണ്ട്. അത് അതിൻ്റെ പ്രാധാന്യം സ്പഷ്ടമാണ്. അതാണ് ശ്രേയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അധനിർണയത്തിന് ഹേതു ആകയാൽ അത് ഏതാണ് ശരി എന്ന് നിർണയിക്കാൻ ആധ്യാത്മിക വിദ്യയിൽ പോലും ചിലപ്പം തർക്ക വിഷയങ്ങൾ ഉണ്ടായാൽ ആ തർക്കം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. തർക്കത്തിന് വേണ്ടി, തർക്കിക്കാൻ വേണ്ടി വാദിക്കുന്നവരുടെ വാദം ഈശ്വരൻ തന്നെയാണ്. അക്ഷരാണാം അകാരോ അസ്മി തുന്തു സമാസികസ്യജ അഖമേവാക്ഷയകാല ദദാഹം വിശദോമുഖം. അക്ഷരാണാം അകാര അസ്മി, അക്ഷരങ്ങളിൽ അകാരം എന്ന അക്ഷരം ഞാൻ തന്നെയാകുന്നു. സമാസികസ്യ ദ്വന്ദ്വ സമാസ്യ, ദ്വന്ദ്വം സമാസങ്ങളിൽ ദ്വന്ദ്വം എന്ന സമാസവും ഞാൻ തന്നെയാണ്. അക്ഷയ കാലം ച അഹം, അക്ഷയമായ കാലവും ഞാൻ തന്നെയാണ്. വിശ്വതോമുഖ ദാതാ, വിശ്വതോമുഖനായിരിക്കുന്ന വിദാതാവും അഹം അസ്മി, ഞാൻ തന്നെയാകുന്നു. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവും പ്രഭാകരൂപമായതിനാൽ അക്ഷയമായ കാലവും എല്ലാ വശങ്ങളിലേക്കും മുഖമുള്ള ദാതാവും ഞാൻ തന്നെയാകുന്നു. മിക്ക ഭാഷകളിലെയും ആദ്യക്ഷരം എന്നതിന് പുറമെ ബ്രഹ്മവാചിയായിരിക്കുന്ന ഓങ്കാരത്തിലെ ആദ്യവർണവും അകാരമാകുന്നു. ഉഭയ പദ പ്രധാനമാണ് ദ്വന്ദ്വസമാസം എന്ന് പറയുന്നത്. ഒരു വാക്കുണ്ടാണെങ്കിൽ രണ്ടക്ഷരം ചേർന്നാലേ പറ്റൂ. അതാണ് ദ്വന്ദ്വസമാസം എന്ന് പറയുന്നത്. അതായത് വാക്ക് ഒറ്റ അക്ഷരം കൊണ്ട്, ഇപ്പോൾ അകാരം മാത്രമായാൽ അതുകൊണ്ട് ഒരു വാക്കാവില്ല. ആ വാക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേരണം. അതിനെയാണ് ഒരു അക്ഷരം കൂടെ ചേരുമ്പോഴേ ആ ദ്വന്ദ്വം ചേർന്നാലാണ് ഒരു വാക്കായാലേ വാക്യാർത്ഥമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമാസങ്ങളിൽ ദ്വന്ദ്വസമാസം ഞാനാകുന്നു പറയും, അക്ഷരങ്ങളിൽ അകാരം ഞാനാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മ എന്ന് പറഞ്ഞാലും തല്ല് കിട്ടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞാലും അകാരം ഉണ്ടെന്നർത്ഥം. ആ അകാരം ഈശ്വരൻ്റെ സനാതന ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ദുഃഖിക്കുമ്പോഴാണേലും നമ്മൾ അറിയാതെ മനസ്സിൽ തട്ടിയിട്ട് വിളിക്കാൻ ഇടവന്നാൽ, വേദനിച്ചിട്ട് വിളിക്കാൻ ഇടവന്നാൽ പോലും അതും ഈശ്വരനാമമായി മാറും.
മൃത്യു സർവഹരശാഖം ഉത്ഭവശ ഭവിഷ്യതാം ശ്രീ വാക്ചനാരീണ സ്മൃതിർമേധാ ധൃതിശമ സർവഹര മൃത്യുജ. സകലതിനെയും നശിപ്പിക്കുന്ന മൃത്യുവും മരണവും ഭവിഷ്യതാം ഉത്ഭവജ, ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന സകലതിൻ്റെയും ഉൽപ്പത്തിനാശവും നാരിണാം കീർത്തി സ്ത്രീകളിൽ കീർത്തിയും ഐശ്വര്യവും വാക്സ്മൃതി മേധ, വാക്കും സ്മൃതിയും ബുദ്ധിയും ധൃതി ക്ഷമാച അഹം, ധൈര്യവും ക്ഷമയും ഞാനാകുന്നു. സകലതിനെയും നശിപ്പിക്കുന്ന മൃത്യുവും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന സകലതിൻ്റെയും ഉൽപ്പത്തിനാശവും ഞാനാകുന്നു. ശ്രീത്ത ഗുണങ്ങളിൽ കീർത്തിയും ഐശ്വര്യവും വാക്കും സ്മൃതിയും ബുദ്ധിയും ധൈര്യവും ക്ഷമയും ഞാനാകുന്നു. പ്രാണനെ ഹരിക്കുന്നവൻ സർവഹരൻ. കീർത്തിയാദികളായിരിക്കുന്ന ഗുണങ്ങളിൽ ഓരോന്നും ഒക്കെയും ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ശ്രീത്വ ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ ശ്രീത്വ ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടിരിക്കുന്നത് ഈ ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹം ആണ് ആയിട്ട് കരുതാം. സ്ത്രീകളിൽ എന്തൊക്കെയാ ഗുണങ്ങൾ? കീർത്തിയും ഐശ്വര്യം. കീർത്തി, ഐശ്വര്യം, വാക്ക്. വാക്കെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വാക്ക്. വാക്കുകൊണ്ട് ചെയ്യേണ്ട തപത്തെ പറ്റിയൊക്കെ ശ്രദ്ധാത്രയത്തിൽ പറയുന്നുണ്ട് 17-ാം അധ്യായത്തിൽ. അതിന് ശാസ്ത്രം പഠിക്കണം. അവിടെയൊക്കെ സനാതന ധർമ്മത്തിൻ്റെ മൂല്യം, ആധ്യാത്മിക വിദ്യയുടെ സപ്പോർട്ടുള്ളവർക്ക് ഇത്തരത്തിൽ ഈ ഗുണങ്ങളൊക്കെ പ്രകടമാകും. അപ്പോൾ വാക്ക്, സ്മൃതിയും, ഓർമ്മ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ. ബുദ്ധി, മേധാബുദ്ധി, ധൈര്യവും. എപ്പോഴും 100% ധൈര്യവും ഉണ്ടായിരിക്കണം. ക്ഷമയും ഞാനാകുന്നു. ആ ക്ഷമയും ഞാനാകുന്നു. അപ്പം ഈ ശ്രീത്വ ഗുണങ്ങളിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ആ ധൈര്യം, ക്ഷമ, ബുദ്ധി. ഇപ്പം ഡോക്ടറായാൽ പോലും ഈ ധൈര്യം നഷ്ടപ്പെടുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കുറച്ച് മുമ്പ് രാവിലെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2-3 കോള് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിക്കുമ്പം ഈ നമ്മൾ പരിചയമുള്ളതാണ്, ഒപ്പോളുടെ മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇവിടുന്ന് നെയ്യൊക്കെ ജപിച്ചു കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അവരാണ് വിളിച്ചത്. രാവിലെ ഈ മാസം ഡെലിവറിയാണ്, പക്ഷേ ശകലം കോംപ്ലിക്കേഷനായി സിസേറിയൻ വേണ്ടി വന്നു. രാവിലെ വിളിക്കുമ്പോൾ ആശുപത്രി കൊണ്ടുപോയി ദിവ്യേനി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാവും വിളിയുടെ പിന്നാലെ വിളി വന്നത്. അപ്പോൾ അവർ ഡോക്ടറാണ് മകളെ. ഏത് ഡോക്ടറായാലും വേണ്ടില്ല, അവനവനൊരു പ്രശ്നം വരുമ്പോൾ ഈ ധൈര്യമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ശകലം കോംപ്ലിക്കേഷനാ. സിസേറിയൻ കഴിഞ്ഞു. കുറച്ച് നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വിളി വന്നു. സിസേറിയൻ കഴിഞ്ഞു. ആൺകുട്ടിയാണ്. കുട്ടി നന്നായിരിക്കുന്നു. ശകലം ശ്വാസതടസ്സമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ശകലം കോംപ്ലിക്കേഷൻ ഉണ്ടായി അവസാനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അതായത് ഈ മകള്, അതായത് കുട്ടി സേഫായി, പക്ഷേ അമ്മയ്ക്കൊരു പേടി തട്ടിയ പോലെ ആയിപ്പോയി. അത് എന്താ തിരുമേനി നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവുമെന്ന് വിചാരിക്കുക. അതായത് ശകലം കോംപ്ലിക്കേഷൻ ആയപ്പം മനസ്സിൻ്റെ നില ശകലം തെറ്റിപ്പോയി എന്നർത്ഥം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞാലും സ്ത്രീയാണെന്ന് പറഞ്ഞാലും ഏറ്റവും ഈ ധൈര്യം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം. ശ്രീത്വഗുണങ്ങളിൽ കീർത്തിയും ഐശ്വര്യവും വാക്കും സ്മൃതിയും ബുദ്ധിയും ധൈര്യവും ക്ഷമയും ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഈ 6 ഗുണങ്ങൾ, 6 7 ഗുണങ്ങളുണ്ട്. കീർത്തി, ഐശ്വര്യം, വാക്ക്, സ്മൃതി, ബുദ്ധി, ധൈര്യം, ക്ഷമ. ഈ 7 ഗുണങ്ങൾ ചേർന്നാൽ അത് ഈശ്വരൻ്റെ ഗുണങ്ങളാണ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. അത് ഈ 7 ഗുണങ്ങളും പ്രകടമാക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മയായാൽ മാതൃദേവോഭവ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നർത്ഥം. ദേവകിയോ ഇല്ലെങ്കിൽ ശ്രീരാമനെ പ്രസവിച്ച കൗസല്യോ ഇവർക്കൊക്കെ ഈ ഗുണങ്ങളുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോഴാണ് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാനുള്ള യോഗ്യതയൊക്കെ അവർക്കുണ്ടായത് എന്നർത്ഥം. അത് ഒരു ജന്മത്തിലെ ശ്രേഷ്ഠത കൊണ്ടല്ല ലഭിക്കുക എന്നർത്ഥം. അവരാണ് ശരിക്കും മാതൃദേവോഭവ എന്ന ആ മാതൃതുല്യം, ദേവതുല്യമായിരിക്കുന്ന മാതൃത്വമുള്ളവർ എന്നർത്ഥം. ആ ദേവതുല്യം എന്ന് പറഞ്ഞാൽ ഈ 7 ഗുണങ്ങളാണ്. കീർത്തി, ഐശ്വര്യം, വാക്ക്, സ്മൃതി, ബുദ്ധി, ധൈര്യം.
ഈ ഈ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ പ്രതീകാത്മകം. അർജുനൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഏത് കുലത്തിലാണോ അഥവാ ഏത് കുടുംബത്തിലാണോ സനാതനധർമ്മം പാലിക്കപ്പെടാതിരിക്കുന്നത് അവിടെ നിത്യനരകമായിരിക്കും എന്ന് പറഞ്ഞു. ഇതുമാത്രമല്ല, സനാതനധർമ്മം പാലിക്കപ്പെടാത്ത കുലത്തിൽ അധർമ്മം അതിക്രമിക്കും. അധർമ്മം അതിക്രമിച്ചാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അധർമാവി ഭവാർ കൃഷ്ണ പ്രതിഷ്യന്തി കുലസ്ത്രീയാം ശ്രീഷു ദുഷ്ടാസു വർണ്ണയ ജായതേ വർണ്ണശങ്കരൻ. ഇപ്പം അസുരന്മാർക്കോ ഇല്ലേ സുരന്മാർക്കോ ഒക്കെ ജന്മം നൽകണമെങ്കിൽ സ്ത്രീകൾ മുഖേന ജന്മം, യാതൊരു സംശയമില്ല കാര്യം. ദേവന്മാരുടെയും സുരന്മാരുടെയും അമ്മമാര് സഹോദരിമാരാ. പക്ഷെ ഒരാള് അസുരന്മാർക്ക് ജന്മം കൊടുത്തു, ഒരാള് ദേവന്മാർക്ക് ജന്മം കൊടുത്തു. ഒരേ കുലത്തിൽപ്പെട്ടവരാ. അപ്പം ഈ സനാതനധർമ്മം ആധ്യാത്മിക വിദ്യയുടെ പ്രഭാവം ഏത് ഗ്രഹത്തിൽ ഇല്ലയോ അവിടെ സ്ത്രീകൾ മുഖേന ആയിരിക്കും അധർമ്മികളായിട്ടുള്ള മക്കൾക്ക് ജന്മം നൽകാം. ആ സ്ത്രീയും ആകാം പുരുഷനും ആകാം അധർമ്മം ചെയ്യുന്നവർ. ആ സ്ത്രീകളുണ്ടായ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ മുഖേന ഉണ്ടാകുന്ന കുട്ടികളും അധർമ്മികളായിട്ട് മാറും. ഈ പറയുന്ന ഗുണങ്ങൾ ഇല്ലാതെ വന്നാൽ ആ കുലത്തിൽ അധർമ്മം ആണ് കൊടികുത്ത് വീഴുക. പിന്നെയുള്ള പരമ്പരയൊക്കെ ആസുരീ ജന്മങ്ങളായിരിക്കും എന്നർത്ഥം. പ്രാണനെ ഹരിക്കുന്നവൻ, എന്നാൽ ഇതിനിടയ്ക്ക് ചിലപ്പോൾ പ്രഹ്ലാദനെ പോലെയുള്ളവരൊക്കെ ജന്മെടുക്കും. അസുരീഭാവം ഉണ്ടായിരുന്നാലും അവരുടെ പരമ്പരയിൽ പിന്നെ വിരോചനൻ ഭക്തനായിരുന്നു, വിരോചന്റെ മകനായിരിക്കുന്ന മഹാബലി ഭക്തനായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കുലത്തിൽ സനാതന ധർമ്മം പാലിക്കാൻ തുടങ്ങിയാൽ അവിടെ ഗതി മാറും. പ്രാണനെ ഹരിക്കുന്നവൻ സർവഹരൻ. കീർത്തിയാദികളായിരിക്കുന്ന ഗുണങ്ങൾ ഓരോന്നും ഒക്കെയും താൻ തന്നെ എന്നാണെന്ന് ഭഗവാൻ പറയുന്നത്. ഈ ഗുണങ്ങൾ സ്ത്രീകളിൽ മാത്രമൊന്നുമല്ല, പുരുഷന്മാരിലും കാണാം. പക്ഷെ അപൂർവമാണ്. കാരണം ഈ പുരുഷന്മാർ അങ്ങനെ ഇങ്ങനെയൊന്നും ഭക്തിയിലേക്ക് ഡെഡിക്കേറ്റഡ് ഭക്തിയിലേക്ക് വരില്ല. അതാണ്, സ്ത്രീകളാണ് കൂടുതൽ ഭക്തിയിലേക്ക് വരാം. അവരിൽ നിരീശ്വരവാദികളായിട്ടുള്ള ചുരുക്കം വിരലിൽ എണ്ണാവുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലും. ഏത് ജാതി മതത്തെ എടുത്താലും നമുക്ക് ശ്രദ്ധിക്കാറിയാം. കാരണം ജീവിതത്തിൽ ദുരിതം കൂടുതൽ അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്നവരെ ഈശ്വരനെ അറിയാതെ വിളിക്കുന്നുണ്ട്. ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, രക്ഷപ്പെടണം പ്രാർത്ഥിക്കും, ഭഗവാൻ രക്ഷപ്പെടും. നിത്യമാർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വിടും. പിന്നത്തെ ജന്മം ആദ്യത്തെ എന്താ, അവർ പിന്നെ പുരുഷനായിട്ട് ജനിക്കും, പിന്നെ പരിസരത്തുണ്ടാവില്ല എന്ന് ഞാൻ പറയാറില്ലേ. അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും പുരുഷന്മാർ ഭക്തിയിലേക്ക് വരില്ല. വന്നാൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപൂർവമായിരിക്കും വിരലിൽ എണ്ണാവുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ. വന്നാൽ അവർ ഉറച്ച ഭക്തരായിരിക്കും എന്നർത്ഥം. ബ്രഗൽസാമ തദാത്മാനം ഗായത്രി ഛന്ദസാമകം മാസാനാം മാർഗശിശോഹം മൃദൂനാം കുസുമാകാര തഥാ സാംനാം ബ്രഗൽസാമ. എപ്രകാരം സാമഗാനങ്ങളിൽ ബ്രഗൽസാമം, ഇപ്പം ഈ സാമവേദം ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. ആ സാമവേദത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രഗൽസാമം എന്ന് പറയുന്നത്. അതും ഭഗവാന്, സാമവേദം തന്നെ ഭഗവാനാണ്. അതിൽ ബ്രഗൽസാമം എന്ന് പറയുന്ന ഭാഗവും ഭഗവാൻ തന്നെയാണ്. ഛന്ദസാം ഗായത്രി, ഛന്ദസ്സുകളിൽ ഗായത്രി മന്ത്രം ഞാൻ തന്നെയാകുന്നു. അതാണ് ഗായത്രി ഉപാസനയ്ക്കുള്ള പ്രാധാന്യം. അത് ഭഗവാന്റെ വിഭൂതിയാണ്, നേരിട്ടുള്ള വിഭൂതിയാണ്. മാസാനം മാർഗശീർഷം, മാസങ്ങളിൽ മാർഗശീർഷം എന്ന് പറയുന്നത് ധനുമാസമാണ്. മാസങ്ങളിൽ 12 മാസങ്ങളിൽ ഏറ്റവും പുണ്യമാസമായിട്ട് അറിയുന്നത് ധനുമാസമാണ്. ഋതൂനാം കുസുമാകാര, ഋതുക്കളിൽ വസന്തകാലം ഞാൻ തന്നെയാകുന്നു. അഹം, ഇതൊക്കെ ഞാൻ തന്നെയാകുന്നു. അപ്രകാരം തന്നെ സാമഗാനങ്ങളിൽ ബ്രഗൽസാമവും, ഛന്ദസ്സുകളിൽ ഗായത്രിയും, മാസങ്ങളിൽ ധനുമാസവും, ഋതുക്കളിൽ വസന്തവും ഞാനാകുന്നു. സാമവേദ ഗാനങ്ങളിൽ മോക്ഷ പ്രതിപാദകമാണ് ബ്രഗൽസാമം എന്ന് പറയുന്നത്. 8 അക്ഷരം വീതമുള്ള 3 വരികൾ ചേർന്നതാണ് ഛന്ദസ്. അങ്ങനെയുള്ള ചിട്ടപ്പെടുത്തിയിരിക്കുന്ന 24 അക്ഷരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗായത്രി മന്ത്രത്തിലാണ്. അതുകൊണ്ട് ഗായത്രി മന്ത്രം
നേരിട്ട് ഭഗവാന്റെ വിഭൂതിയാണെന്ന് പറയുന്നു. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഈ ഛന്ദസ്സിലാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ എന്താ? 8 അക്ഷരം വീതമുള്ള ഒരു പാദം, ഒരു മാത്ര എന്നൊക്കെ പറയും. ഇങ്ങനെ 3 പാദമാണ് ഗായത്രി മന്ത്രം. 24 അക്ഷരം. ചലയതാം ദ്യുതം അസ്മി, വഞ്ചകർക്കിടയിലെ ചൂത് ഞാനാകുന്നു. തേജസ്സിനാം തേജ അഹം, ദ്യുതം ചലയാമസി തേജസ്സിനാഹം. ജയോസ്മി വ്യവസായോസ്മി സത്വസത്വവതാമഹം. ചലയതാം ദ്യുതം അസ്മി, വഞ്ചകർക്കിടയിലെ ചൂത് ഞാനാകുന്നു. തേജസ്സിനാം തേജ അഹം, ജയ അസ്മി, ജയം ഞാനാകുന്നു. വ്യവസായ അസ്മി, ഉദ്യമം അഥവാ ദൃഢനിശ്ചയം ഞാനാകുന്നു. സത്വവതാം സത്വം അഹം, സജ്ജനങ്ങളുടെ സത്വഗുണവും ഞാൻ തന്നെയാകും. വഞ്ചകർക്കിടയിലെ ചൂതും തേജസ്സികളുടെ തേജസ്സും വിജയികളുടെ ജയവും ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയവും സജ്ജനങ്ങളുടെ സത്വഗുണവും ഞാൻ തന്നെയാകുന്നു. വഞ്ചകർക്കിടയിലെ ചൂത്, ഗാംബ്ലിങ് അവിടെ നടക്കുന്ന അവിടെ കലിബാധ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുര്യോധനാദികളാണ് ശരിക്കും പാണ്ഡവരെ വഞ്ചിച്ചത്, കള്ളച്ചൂത് കളിച്ചിട്ട്. അപ്പോൾ അവിടെ കളിപ്പിച്ചതാരാ? ഭഗവാൻ തന്നെ. എന്നാ ഭഗവാൻ പറഞ്ഞു, ഇവരൊന്ന് സ്മരിച്ചില്ലെങ്കിൽ ഞാൻ വന്ന് കളിച്ചേനെ. കാരണം ഏറ്റവും വലിയ വഞ്ചകനാണ് ദുര്യോധനന്റെ പക്ഷത്ത് കളിക്കാൻ ഏൽപ്പിച്ചത്, ശകുനി. അവിടെ ഏറ്റവും വലിയ കള്ളക്കളി നടത്തിയത് ഈ ശകുനിയാണ്. അപ്പൊ വഞ്ചകർക്കിടയിലെ ചൂത് കളി, ആ കളി തന്നെ കുത്തക്കേട് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ചതി കാണിക്കാനുള്ള പ്രേരണ, കള്ളച്ചൂത് കളിക്കാനുള്ള കാരണവും ഭഗവാൻ തന്നെയാണല്ലോ. എന്നാൽ പാണ്ഡവര് ധർമ്മശന്മാരാണ്, അവര് ഭഗവാനെ സ്മരിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇവരാരും സ്മരിച്ചു. നമ്മൾ പ്രത്യക്ഷത്തിൽ ഈ ചൂത് എന്ന് പറയുന്ന, ഗാംബ്ലിംഗ് എന്ന് പറയുന്ന സംഗതി ഇന്നത്തെ സർക്കാർ നടത്തുന്ന ലോട്ടറികൾ പോലും ഗാംബ്ലിംഗ് ആണ്. ജനങ്ങളെ വഞ്ചിക്കുക. കാരണം ഇവര് 1 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 കോടി 3 കോടിയൊക്കെ കളക്ഷൻ ആയിട്ടുണ്ടാവും. അതിൽ നിന്നിപ്പോൾ 1 കോടി കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പോൾ വഞ്ചിക്കല്ലേ, ഗാംബ്ലിംഗ് ആണ് ശരിക്കും. ജനങ്ങൾ അതിൽ ഭ്രമിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോവും. ഇതിനിടയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും അടിച്ചിറക്കുക, അതൊട്ട് അറിയുമില്ല. അപ്പം എന്തായാലും കള്ളത്തരാണ് ഈ ലോട്ടറി കച്ചവടം എന്ന് പറയുന്നത്, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഏറ്റവും സക്സസ് തഴച്ചു വളരുന്ന 2 കാര്യമുള്ളൂ. ഒന്ന് ഹോസ്പിറ്റല്, 2 എല്ലാ വിധത്തിലുള്ള ഹോമിയോപ്പതി ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ആശുപത്രികളും തഴച്ചു വളരുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പുകൾ വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബേക്കറികൾ വളരുന്നുണ്ട്. ബിരിയാണി സെൻറ്ററും ഇല്ല, അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ കേന്ദ്രങ്ങൾ വളരുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പ് വളരുന്നുണ്ട്. മെഡിക്കൽ കോളേജും വളരുന്നുണ്ട്. എന്താ കാരണം? സനാതനമായ ധർമ്മം ട്രഡീഷൻ ആരും പാലിക്കുന്നില്ല. പാലിക്കുന്നതൊക്കെ ഈ ഭൗതികം, ആസുരി സമ്പത്തിനെയാണ്. അതുകൊണ്ട് നാശമുണ്ടാകുന്നു എന്നർത്ഥം. തേജസ്സുകളുടെ തേജസ്സും ഞാൻ തന്നെയാകുന്നു. ഏതിലെങ്കിലും എവിടെയെങ്കിലും വിജയമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാകുന്നു. വ്യവസായ അസ്മി, ഉദ്യമം അഥവാ ദൃഢനിശ്ചയം ഞാനാകുന്നു. ഉദ്യമശാലികൾ ദൃഢനിശ്ചയം ചെയ്ത് അത് കൃത്യമായിട്ട് ത്യാഗമനസ്സോടെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്യമം എന്ന് പറയുന്ന ആ ശ്രമം, ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ആ ദൃഢനിശ്ചയം ചെയ്യാനുള്ള ചേതന ഞാൻ തന്നെയാകുന്നു. സത്വം സജ്ജനങ്ങളുടെ സത്വഗുണം ഞാൻ തന്നെയാകുന്നു. വഞ്ചകർക്കിടയിലെ ചൂതും തേജസ്വികളുടെ തേജസ്സും വിജയികളുടെ ജയവും ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയവും സജ്ജനങ്ങളുടെ സത്വഗുണവും ഞാൻ തന്നെയാകുന്നു. വൃഷ്ണീനാം വാസുദേവോ അസ്മി, പാണ്ഡവാനാം ധനഞ്ജയ, മുനീനാം അഭ്യകം വ്യാസ, കവിനാം ഉശനാ കവി. വൃഷ്ണീനാം വാസുദേവ, വൃഷ്ണി വംശകരിൽ വാസുദേവനും, പാണ്ഡവാനാം ധനഞ്ജയ അസ്മി, പാണ്ഡവന്മാരിൽ അർജുനും ഞാൻ തന്നെയാണ്. മുനീനാം അഭിവ്യാസക, മുനിമാരിൽ വ്യാസനും, കവീനാം ഉശനാ കവി,
കവികളിൽ ഉശനൻ എന്ന കവിയും ഞാൻ തന്നെ. വൃഷ്ണി വംശജന്മാരിൽ വാസുദേവനും പാണ്ഡവന്മാരിൽ അർജുനനും മുനിമാരിൽ വ്യാസനും കവികളിൽ ശുക്രൻ എന്ന കവിയും ഞാൻ തന്നെയാകുന്നു. വൃഷ്ണി വംശം യാദവ വംശമാണ്. അതിൽ പാണ്ഡവരിൽ അർജുനൻ ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ അർജുനോട് തന്നെ പറയുന്നത് എന്ത് എന്ന് ശങ്ക തോന്നാം. നീ ഞാൻ തന്നെയാണ്, തത്വമസി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നുള്ളൂ. ഇവിടെ ഭഗവാൻ ദേവകീപുത്രനായ കൃഷ്ണനല്ല, പരമാത്മാവായിട്ടാണ് എന്നോർത്താൽ നന്ന് എന്ന് ശങ്കര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അർജുനെ എടുത്തു പറയുന്നത്. വസുദേവനെ എടുത്തു പറയുന്നത് ദേവകീപുത്രനായ കൃഷ്ണനായിട്ടല്ല, പരമാത്മാഭാവത്തിൽ നിന്നുകൊണ്ടാണ് അർജുന് ഉപദേശം കൊടുക്കുന്നത്. സാധാരണ ഒരു കൃഷ്ണന്റെ ഭാവത്തിലല്ല. അതുകൊണ്ട് ഭഗവാന് വാച എന്ന് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണു വാച എന്നല്ല പറഞ്ഞേക്കുന്നത്. അർജുനൻ പറയുന്നതൊക്കെ അർജുനു വാച എന്ന് പറയുന്നത്, സഞ്ജയൻ പറഞ്ഞതൊക്കെ സഞ്ജയൻ വാച എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളോ അവിടെയൊക്കെ ആ പരമാത്മാ ഭാവത്തിൽ പറയുന്നത് കൊണ്ടാണ് ഇവിടെ ഭഗവാന് മാത്രമേ കോപ്പിറൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന് വാച എന്ന് പറയുന്നു. ആ ഭഗവാൻ പറഞ്ഞത് എടുത്തു പറയുന്നു എന്നല്ലാതെ എനിക്കും യാതൊരു കോപ്പിറൈറ്റും ഇല്ല. ഭഗവാന് മാത്രമാണ് കോപ്പിറൈറ്റ്. ഗീതോപദേശത്തിന്റെ ഏറ്റവും കോപ്പിറൈറ്റ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് മാത്രമേ ഉള്ളൂ. ഇത് ഇത്തരത്തിൽ ചിന്തിക്കാൻ തന്നെ കാരണം, ഒരാള് എന്നോട് ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കൃഷ്ണവാച എന്ന് കാണാത്ത? അർജുന, സഞ്ജയൻ, ധൃതരാഷ്ട്ര ആരൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ അവരുടെ പേര് ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. പക്ഷേ ഭഗവാൻ കൃഷ്ണനാണ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒരിടത്ത് ശ്രീകൃഷ്ണ വാച എന്നില്ല. എന്തുകൊണ്ടാ എന്നാണ് ചോദ്യം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ ദേവകീപുത്രനായ കൃഷ്ണനായിട്ടല്ല ഉപദേശം നൽകുന്നത്, പരമാത്മാവായിട്ടാണ് എന്നോർത്താൽ നല്ലത് എന്ന് ശങ്കര ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന കോപ്പിറൈറ്റ് ഒരു പേര് മനുഷ്യജന്മം എടുത്തു വന്നിരിക്കുന്ന ഒരാളുടെ പേരല്ല ഭഗവാൻ ഗീതോപദേശം ഉദ്ദേശിക്കുന്ന ഭഗവാന് വാച. അവിടെ പരമാത്മാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഭഗവാൻ ഉപദേശം നൽകുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് പരമാത്മാഭാവത്തിൽ നിന്നുകൊണ്ടാണ് അർജുനോട് പറയുന്നത്, നീ പാണ്ഡവന്മാരിൽ ധനഞ്ജയനാണ്. ആര്? അത് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ നരനാരായണന്മാരുടെ അവതാരമാണ് കൃഷ്ണനായിട്ടും അർജുനായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ ആധ്യാത്മികമായിട്ട് ശ്രേയസ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ അർജുന്റെ ഭാവത്തിലേക്ക് എത്തപ്പെടും എന്നർത്ഥം. അപ്പൊ ഭഗവാനോട് സംവദിക്കാനും ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം കേൾക്കാനുള്ള യോഗ്യതയും അവർക്ക് ലഭിക്കുന്നു എന്നർത്ഥം. ദണ്ഡോ ദവൈതാമസ്മി നീതിരശ്മി ചകീഷതാം മൗനം ചൈവാസ്മി കുഖ്യാനാം ജ്ഞാനജ്ഞാനവതാമഹം. ദമയതാം ദണ്ഡ അസ്മി. ദണ്ഡന ശിക്ഷ നടത്തുന്നവരുടെ ദണ്ഡനം ഞാൻ തന്നെയാണ്. ജിഗീഷിതാം നീതി അസ്മി. വിജയച്ചുക്കളുടെ നീതി ഞാൻ തന്നെയാണ്. ഗുഹ്യാനാം മൗനം അസ്മി. രഹസ്യങ്ങളുടെ മൗനം ഞാൻ തന്നെയാകുന്നു. ജ്ഞാനവതാം ജ്ഞാനം. ജ്ഞാനികളിൽ ജ്ഞാനവും. ച അഹം ഇവ. ഞാൻ തന്നെയാകുന്നു. ശാസകന്മാരുടെ ദണ്ഡനക്രിയ ഞാനാണ്. വിജയേച്ഛുക്കളുടെ നയവും രഹസ്യങ്ങളിലെ മൗനവും ഞാൻ തന്നെയാകുന്നു. ജ്ഞാനികളിലെ ജ്ഞാനവും ഞാൻ തന്നെയാകുന്നു. എന്തൊക്കെ എവിടെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ഭഗവാന്റെ വിഭൂതിയായിട്ട് കണ്ടോളണം എന്നർത്ഥം. അത് നമ്മളിലായാലും മറ്റുള്ളവരിലായാലും നമുക്ക് ചുറ്റുമായാലും സസ്യലതാദികളായാലും എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ പ്രകടമാകുന്നുണ്ടോ അത് അറിയുന്നവർക്ക് അരോചകത്വമല്ലാതെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്തോ അതൊക്കെ ഈശ്വരൻ തന്നെയായിരിക്കും.
യച്ഛാപി സർവഭൂതാനാം ബീജം തഥകം അർജുന ന തദൽസിന യസ്യാത് മയാ ഭൂതചരാചരം. അർജുന അപീച്ച, അല്ലയോ അർജുന, മാത്രമല്ല സർവഭൂതാനാം ബീജം യത്തദ് അഹം, യാതൊന്നു സർവഭൂതങ്ങൾക്കും ബീജമായത് യാതൊന്ന് ആണോ അത് ഞാനാകുന്നു. ചരാചരം യൽ ഭുതം, ചരമായിട്ടും അചരമായും, സ്യാത് യത് ഭൂതം യസ്യാത് തത്, യാതൊന്നുണ്ടോ അത്, മയാ വിന ന അസ്തി, യാതൊന്നുണ്ടോ എന്നെ കൂടാതെ നിലനിൽക്കുന്നതല്ല അർജുന. ഹേ അർജുന, സർവഭൂതങ്ങൾക്കും ബീജം ഉൽപ്പത്തി ഹേതു ഞാൻ തന്നെയാകുന്നു. ചരമോ അചരമോ ആയിട്ട് യാതൊന്നും എന്നെ കൂടാതെ നിലനിൽക്കുന്നതല്ല. ഒരു മണൽത്തരി പോലും അതായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇല്ലാതെ ഒരിക്കലും അത് അങ്ങനെ കാണാൻ സാധ്യമല്ല. ഇതുവരെ പറഞ്ഞതിൻ്റെ സാരസംഗ്രഹമാണ് ഈ ശ്ലോകം. സകല ചരാചരങ്ങളുടെയും മൂലബീജം പരമാത്മാവ് തന്നെ എന്നർത്ഥമാക്കുന്നു. അതിൻ്റെ പ്രഭാവത്താൽ അല്ലാതെ ഈ ലോകത്ത് യാതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. അതാണ് ഒരു മണൽത്തരി പോലും അതായിട്ട് നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യഭാസം കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. സർവഭൂതങ്ങളുടെയും ബീജം, സർവഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഭൂമിയിലൊക്കെ എന്തൊക്കെ 84 ലക്ഷം ജീവജാലങ്ങൾക്ക് പ്രത്യക്ഷ ശരീരമാണ് ഇവിടെ സർവഭൂതങ്ങൾ. എന്തുണ്ടായിട്ട് നശിക്കുന്നു അതിനെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത് എന്നതിന് മുമ്പ് നമ്മൾ 8-ാം അധ്യായത്തിൽ പഠിച്ചതാണ്. അതുകൊണ്ട് സർവഭൂതങ്ങൾക്കും ബീജം, എല്ലാവരുടെയും ശരീര ഉൽപ്പത്തിക്ക് ആവശ്യമായ ബീജം, വിത്ത് ഞാൻ തന്നെയാകുന്നു. ചരമോ അചരമോ ആയിട്ട് യാതൊന്നും എന്നെ കൂടാതെ നിലനിൽക്കില്ല. ഇതുവരെ പറഞ്ഞതിൻ്റെ സാരസംഗ്രഹമാണ് ഈ ശ്ലോകം എന്ന് ഓർക്കുക. ന അന്തോ അസ്തി മമ ദിവ്യാനാം വിഭൂതിനാം ച പരന്തപ, ഏഷത് ഉദ്ദേശത പ്രോക്ത വിഭൂതിർ വിസ്വരോമയ പരന്തപ മമ ദിവ്യാനാം. ഹേ അർജുന, എൻ്റെ ദിവ്യങ്ങളായിരിക്കുന്ന വിഭൂതിനാം അന്ത, വിഭൂതികൾക്ക് അവസാനമില്ലാട്ടോ. ന അസ്തി, അതൊരിക്കലും ഇല്ല തന്നെ. വിഭൂതി ഏഷ വിസ്തരാതു, വിഭൂതിയുടെ വിസ്താരമാകട്ടെ ഉദ്ദേശത മയ പ്രോക്ത, ചുരുക്കമായിട്ട് ഞാൻ പറയപ്പെട്ടു. ഇപ്പൊ വിഭൂതി വിസ്തരിച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ദിവ്യങ്ങളായിരിക്കുന്ന വിഭൂതികൾക്ക് യാതൊരു അവസാനവുമില്ല. സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ മണത്തരി പോലും എൻ്റെ സാന്നിധ്യത്താലാണ് നിലനിൽക്കുന്നത് എന്ന് ഭഗവാൻ ചുരുക്കി പറഞ്ഞു. എൻ്റെ വിഭൂതിക്ക് യാതൊരു അവസാനവുമില്ല. ഇതുവരെ എന്നാൽ പറയപ്പെട്ടത് അവയുടെ ഒരു ചുരുക്കം മാത്രമാണ്. വിസ്തരിച്ച് പറയാൻ പറ്റില്ല എന്ന് ഭഗവാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. യദ്യതിൽ ഭൂതിമസത്തം ശ്രീ മധുർജിതമേവ തദ്ദേവ ഗച്ഛത്തം മജ തേജാംസ സംഭവം. ഇനി അത് ചുരുക്കി പറയുന്നത് എങ്ങനെയാ? വിഭൂതികൾ ശ്രീമദ്, മഹിമയോട് ഉള്ളതോ ഐശ്വര്യത്തോടെ ഉള്ളതോ ഊർജിതം അത് ഏവ വ, ഊർജസ്വലതമായ ഉള്ളതോ ആയി യത്ത് സർവം, എവിടെയൊക്കെ ഊർജസ്വലമായിട്ടോ തേജസ്സിനാം, എവിടെയൊക്കെ തേജസ്സായിട്ടോ പ്രത്യക്ഷത്തിൽ എവിടെയൊക്കെ ചൈതന്യഭാസമായിട്ട് വെളിച്ചമായിട്ട് എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന ഗുണങ്ങളായിട്ട് എവിടെയെങ്കിലും പ്രകടമാകുന്നുണ്ടോ, ആരിലെങ്കിലും പ്രകടമാകുന്നതോ അതൊക്കെ എൻ്റെ വിഭൂതിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവിക സമ്പത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഈ ഈശ്വരൻ്റെ ശക്തി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നർത്ഥം. കാണാനും പഞ്ചേന്ദ്രിയങ്ങളെ കൂടെ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നോ അതൊക്കെ ഈശ്വരൻ്റെ വിഭൂതിയാണ്. യദ്യതൽ ഭൂതിമസത്തം ശ്രീ മധുർജിതമേവ തത്തേവ ഗച്ഛത്തം തേജാംസ സംഭവം. വിഭൂതിമത് ശ്രീമദ്
മഹിമയുള്ളതോ ഐശ്വര്യമുള്ളതോ ഊർജിതം ഏവ ഊർജസ്വലതമായ ഉള്ളതോ ആയി യത്ത സത്വം ഏതേത് വസ്തുവുണ്ടോ അത് തത് 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 അതെല്ലാം മമ തേജാംശ സംഭവം ഏവ എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നും ഉളവായതാണെന്ന് ത്വം അവഗച്ഛ നീ അറിഞ്ഞാലും. മഹിമയോട് കൂടിയോ ഐശ്വര്യത്തോടു കൂടിയോ ഗുണങ്ങളോട് കൂടിയോ ഊർജിതത്തോടു കൂടിയോ പോസിറ്റീവായിട്ട്, അതായത് എനർജറ്റിക് ആയിട്ട് കാണുന്നുണ്ടോ, ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണെന്ന് ആദ്യമായിട്ട് അറിഞ്ഞുകൊള്ളുക. ചരാചരങ്ങളായിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും പരമാത്മാവ് വർത്തിക്കുന്നു. മഹിമയും ഐശ്വര്യവും ഊർജിതവും കാണുന്നിടത്ത് ആ സത്യം കൂടുതൽ സ്പഷ്ടമാകും. കാണുന്നിടത്ത് ആ സാന്നിധ്യം കൂടുതൽ പ്രകടമാകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ പ്രഭാവത്തെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ ബഹൂനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യമഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന, അഥവാ അല്ലയോ അർജുന, അല്ലെങ്കിൽ ഏതേന ബഹുന ജാതേന, ഇങ്ങനെ വളരെ വിസ്തരിച്ച് തവ കിം അറിഞ്ഞുകൊണ്ട് നിനക്കെന്താണ് ഇത്ര പ്രയോജനം? അഹം ഏകാംശേന, ഞാൻ ഒരംശം കൊണ്ട്, ഇതം കൃഷ്ണം ജഗത്, ഈ ജഗത്താസകലം, വിഷ്ടഭ്യ സ്ഥിതിയും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. അല്ലയോ അർജുന, അല്ലെങ്കിൽ എൻ്റെ വിഭൂതികളെല്ലാം വിസ്തരിച്ച് അറിഞ്ഞിട്ട് നിനക്കെന്താണ് ഇപ്പോൾ പ്രയോജനം? ഞാൻ എൻ്റെ ഒരംശം കൊണ്ടാണ് ജഗത്താസകലം വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രപഞ്ചമാകെ കൂടിയും പരമാത്മാവിൻ്റെ അംശം മാത്രമാണെന്ന് ധരിക്കണം. പാദോസ്യ വിശ്വഭൂതാനി എന്ന ശ്രുതിവാക്യം സ്മരണീയം. ഭഗവാന്റെ അംശമല്ലാത്തതൊന്നും ഈ ലോകത്തിലില്ല എന്നർത്ഥം. അത് മനസ്സിലാക്കിയാലാണ് ആത്മബോധം ഉറക്കുക. ആ എനർജി, അതായത് ഇത്രയൊക്കെ വിസ്തരിച്ച് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം എന്നാണ് അർജുനനോട് ഭഗവാൻ തന്നെ ചോദിക്കുന്നത്. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ തന്നെ നമ്മൾ എവിടെയാണ് നിൽക്കുക? ഇപ്പം ഈ കുറച്ചേ അറിഞ്ഞുള്ളൂ. പ്രധാനപ്പെട്ടത് അറിഞ്ഞാൽ പോലും ആ ബോധതലത്തിൽ സൂര്യൻ ഞാനാണ്, ചന്ദ്രൻ ഞാനാണ്, നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന നല്ല വാക്കുകളുണ്ടെങ്കിൽ, ഈ പറയുന്ന 7 ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ, സ്വഭാവശുദ്ധിയിപ്പ് വരുന്നു, ഈ പറയുന്ന ബുദ്ധിയും ധൈര്യവും ഐശ്വര്യമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ആ വ്യക്തിയിലൂടെ, ആരായിരുന്നാലും അവരിലൂടെ എല്ലാവർക്കും അർഹതയുണ്ട്. ആരാണോ യോഗ്യത നേടുന്നത് അവർക്ക് ഈ പറയുന്ന ഈശ്വരൻ്റെ ദൈവിക സമ്പത്ത് കയ്യിലുണ്ട്. അത് പ്രകടമാകും. കർമ്മശുദ്ധി വരാതെ ഒരിക്കലും, അന്ധകരണ ശുദ്ധി വരാതെ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരശക്തി ഈ പറയുന്ന ഗുണങ്ങളോടുകൂടി പ്രകടമാകില്ല. അപ്പം ഈ ഗുണങ്ങൾ പ്രകടമാകുന്ന നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരൻ്റെ വ്യാപിത്വം തന്നെ ശരിക്കും മനസ്സിലാകുള്ളൂ എന്നർത്ഥം. അല്ലാതെ ഇപ്പം അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ശ്രീകോവിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്താ പറയണേ, നമ്മളതുപോലെ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ ഭഗവാനെ ഈ പറയുന്ന ഐശ്വര്യങ്ങളോടുകൂടി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇരുത്തിയാൽ അവിടെ ഈശ്വരനുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എല്ലായിടത്തും ഈശ്വരനുണ്ട്. ആ ഭഗവാന്റെയും അംശമില്ലാതെ സ്ഥാവരങ്ങളായിക്കോട്ടെ, ജംഗമങ്ങളായിക്കോട്ടെ, മറ്റ് പുതിയ ജീവികളായിക്കോട്ടെ, പഴയ ജീവികളായിക്കോട്ടെ, വിശേഷബുദ്ധിയുള്ള മനുഷ്യനായിക്കോട്ടെ, അത് ശരിക്കും നമ്മൾ വിഭൂതിയായിട്ട് കണ്ടുകൊണ്ട് അതിനെ ഉപാസിക്കണം എന്നർത്ഥം. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, നമ്മളിലുള്ള ഗുണങ്ങൾ, നമ്മുടെ എവിടെയെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും നമുക്ക് പ്രകടമാകുന്നുണ്ടോ? ബുദ്ധി, ധൈര്യം, ക്ഷമ, ഈ പറയുന്ന ഗുണങ്ങൾ, കീർത്തി, സ്മരണം, ഇതൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് നമ്മളിലൂടെ പ്രകടമാകുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ്റെ അംശം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഈശ്വരൻ്റെ കേവലം ഈ പറയുന്ന സൃഷ്ടിസ്ഥിതിയിലെ അവസ്ഥാത്രയമായിക്കോട്ടെ, കോടിക്കണക്കിന് ജനങ്ങളായിക്കോട്ടെ, മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ
എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഗുണങ്ങളെയൊക്കെ അനുഭവിച്ച് കാണുന്ന പ്രകടമാകുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ഭഗവാന്റെ കേവലം ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞു. കേവലം ഒരംശം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം 100 അംശം ഭഗവാന്റെ ശക്തിയാണെന്നെങ്കിൽ അതിൽ ഒരംശം കൊണ്ടാണ് ഈ ജഗത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കി ഒരംശം കൊണ്ട് ആണ് ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പം 100 അംശത്തിൽ ഒരംശം കൊണ്ട് ഈ ജഗത്ത് സൃഷ്ടിച്ച് ഇന്നത്തെ അവസ്ഥയും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബാക്കി 99 അംശവും ആരുടെ കയ്യിലായിരിക്കും? ഭഗവാന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഏക ശക്തിമത്തായിട്ടുള്ള അവതാരം. ഈ പ്രപഞ്ചം ആകെ കൂടിയും പരമാത്മാവിൻ്റെ അംശം മാത്രമാണെന്ന് ധരിച്ചു കൊള്ളണം. പരമാത്മാവ് അപ്പോ ഇതാണ് വിഭൂതി യോഗം. ബാക്കി 99 അംശവും ആരുടെ അടുത്തായിരിക്കുക? ഭഗവാന്റെ അടുത്ത് തന്നെ. അതുകൊണ്ട് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ 10ാധ്യായിക. അങ്ങനെയാണ് 10ാം അധ്യായം പൂർണ്ണമാകുന്നത്. ആ അംശങ്ങളെ ഒരംശം കൊണ്ടാണ് ഈ ടോട്ടൽ പ്രപഞ്ചം സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്നതിന് ഭഗവാന്റെ കേവലം ഒരംശം കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പം അതിലെ ഒരംശം മാത്രമാണ് നമുക്ക് പോലും അവസ്ഥാത്രയം ഉണ്ടാക്കുന്നത്. നമ്മൾ ജനിച്ചു, ഇപ്പം നിലനിൽക്കുന്നു, അടുത്ത നിമിഷമോ വരും കാലങ്ങളിൽ അതില്ലാതാകുകയും ചെയ്യും. അപ്പം ഇതൊക്കെ സംശയിക്കുന്ന നമ്മുടെ ശരീരത്തെ 72,72,10,201 നാഡികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു നാഡിയിലെ ജലത്തിൻ്റെ അംശത്തിലാണ് ഒരംശമായിട്ട് നമ്മുടെ ശരീരത്ത് കോടിക്കണക്കിന് സെല്ലിൻ്റെ ഉള്ളിൽ ഒരംശമാണ് ഈ ശരീരത്തിലുള്ള കോടിക്കണക്കിനുള്ള സെല്ലുകളെ അവസ്ഥാത്രയത്തിൽ എത്തിക്കുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള ശരീരമല്ല ഇപ്പോൾ, ആണോ? എത്രയെത്ര ജരാനരകൾ, എത്രയെത്ര പ്രാവശ്യം ശരീരത്തെ കോശങ്ങൾ വന്നുപോയി അല്ലേ? അതൊക്കെ ഏകാംശമായിട്ട് ഇതിൻ്റെ ഒരു ചേതന സാന്നിധ്യം മാത്രം കൊണ്ടാണ് നമ്മൾ ഇതുവരെ ജനിച്ചപ്പം മുതലുള്ള ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പോലും അവസ്ഥാത്രയം ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെല്ലുണ്ടായാൽ അതിന് 100 മുതൽ 150, 45, 150 വരെയൊക്കെ ദിവസമാണ് ലൈഫുള്ളൂ. കോശം എന്ന് പറയുന്ന ശരീരത്തിലെ ഒരു തൊലിയുടെ പുറത്തുള്ള ഒരു പടം പൊഴിയണമെങ്കിൽ 140 ദിവസം വരെയാണ് അതിൻ്റെ ലൈഫ് എന്നർത്ഥം. അപ്പോൾ എത്ര കോടിക്കണക്കിന് സെല്ലുകളുണ്ട് നമ്മുടെ ശരീരത്തെ? അതിൽ ഒരംശമാണ് നമ്മുടെ ശരീരത്തിലെ ഈശ്വരശക്തി. അതിന് പിന്നെ ഈ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. അതാണ് സനാതനമായിട്ട് നമ്മുടെ ശരീരത്ത് പോലും ജീവനായിട്ട് എത്രയെത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഇതേ ജീവൻ തന്നെയായിരിക്കും ക്യാരി ഫോർവേഡ് ആകുക. നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈശ്വരൻ്റെ വിഭൂതിയെ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണായിക്കോട്ടെ, ചെവി ആയിക്കോട്ടെ, പഞ്ചേന്ദ്രിയങ്ങളായിക്കോട്ടെ, പഞ്ചകർമ്മേന്ദ്രിയങ്ങളായിക്കോട്ടെ, ഈ കോശത്തിൻ്റെ പ്രോസസ്സ് ആയിക്കോട്ടെ, വായു ശ്വസിച്ചാൽ പഞ്ചപ്രാണനായിട്ട് മാറിയിട്ട് ഓരോ നിമിഷവും ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നു ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എത്ര 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 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടോ അതൊക്കെ ഏകാംശേന സ്ഥിതോ ജഗത്ത്. ബാഹ്യമായ കാര്യങ്ങളൊക്കെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഇപ്പം എന്താ കാര്യം? അത് തന്നെയാണ് ഭഗവാൻ ചോദിച്ചത്. ഇത്രയൊക്കെ വിസ്തരിച്ചറിഞ്ഞിട്ട് ഇപ്പം എന്ത്, നിനക്കിപ്പോൾ എന്താ പ്രയോജനം? കാരണം ഇതെല്ലാം വിസ്തരിച്ചിരുന്നുകൊണ്ട് ചരിത്രം അന്വേഷിക്കാൻ പോകുന്നവരുടെ കൂട്ടാണ് അല്ലേ? ഞാൻ പറയും, ചരിത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പഴയ ചരിത്രമൊക്കെ പഠിച്ചിട്ട് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നാൽ ഇപ്പം ആർക്കെന്താ പ്രയോജനം? നിങ്ങൾ ഈ നിമിഷം അതിനു വേണ്ടിയിട്ട് എത്രയെത്ര ദിവസങ്ങളും അവരുടെ പ്രയത്നം, അതിനുവേണ്ടി ശ്രമിക്കുന്നവരുടെ പ്രയത്നവും ബുദ്ധിയും ശരീരവും അതിൽ ഇൻവോൾവ് ആകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം എന്താ പ്രയോജനം? നമുക്കിപ്പോൾ പ്രത്യക്ഷം എന്താ? അപ്പം ഈ കാര്യത്തിൽ തന്നെ മഹാഭാരത യുദ്ധം നടന്നോ നടന്നില്ലയോ? വ്യാസൻ തന്നെ അനേകം ഉണ്ടായിരുന്നു. ഇതെന്നിട്ട് വ്യാസൻ എത്ര വ്യാസനുണ്ടെന്ന് അന്വേഷിക്കാൻ പോയിട്ട് എന്താ കാര്യം? വ്യാസൻ എഴുതി വെച്ച പുരാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ?
ഗീതാശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ടോ? മഹാഭാരതം നമ്മുടെ മുമ്പിലുണ്ടോ? ഇത് പഠിച്ചിട്ട് ഒരംശമെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ബാക്കിയൊക്കെ ഈ ചരിത്രമൊക്കെ അന്വേഷിച്ചിട്ട് ഈ തർക്കവിതർക്കങ്ങൾ പോയിട്ട് എന്താണ് പ്രയോജനം എന്നറിയണേ. ചിലർ ഇതിനിടയ്ക്ക് ഗ്രൂപ്പിൽ കയറി വന്നിട്ട് ഇല്ലെങ്കിൽ എവിടുന്നോ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് തർക്കിക്കാനുണ്ടെന്ന് പറയും. ഞാൻ പറയും എനിക്കൊന്നും തർക്കിക്കാനില്ല, ഭക്തിയിൽ ഒരു തർക്കമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്ത് തർക്കിക്കണേ? നിങ്ങൾക്ക് ബോധ്യം വരാത്തതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കാൻ നടക്കണേന്ന് പറയും. അപ്പോൾ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്, എനിക്ക് ഒരു വിഷയത്തിനും തർക്കിക്കാൻ, ഞാൻ അധികാരിയല്ലേ, ഞാൻ തർക്കിക്കാൻ തയ്യാറുമല്ല എന്ന് പറയും. എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വരൻ എന്താണ്. അനുഭവിച്ചറിയാൻ സാധിക്കുന്നതിൽ പിന്നെ എൻ്റെ അനുഭവം എങ്ങനെ തർക്കിക്കാം? അതിൽ ഊഹാഭവങ്ങളൊന്നുമല്ല, നമ്മുടെ അനുഭവമാണ്. അനുഭവസനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തർക്കമില്ല. നമുക്ക് ബോധ്യം വരാത്ത കാര്യത്തിന് ആ തർക്കിക്കാം, വാദപ്രതിവാദത്തിനൊക്കെ പോവാം. അപ്പം അതുകൊണ്ട് തർക്കത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്, അവരെ സമീപിച്ചോളാൻ പറയും. എൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല. നിങ്ങളുടെ തർക്കം, നിങ്ങളുടെ സംശയവും നിങ്ങളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തർക്കിക്കുമെങ്കിൽ അതിനായിട്ട് ഇരിക്കുന്നവരുണ്ട്, അവരെ പോയി സമീപിച്ചോളാൻ പറയും. ഭക്തിയിൽ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ കൈ മുറിഞ്ഞിട്ട് രക്തം വന്ന് അത് മുറിവുണ്ടായി എന്ന് ബോധ്യം വന്നയാള് പിന്നെ അതിൽ എന്താ, എവിടുന്ന രക്തം വന്നേ, എവിടുന്ന ആ വേദന വരുന്നതെന്ന് തർക്കിക്കേണ്ട വിഷയമുണ്ടോ? അതിന് വേണ്ടിയിട്ട് വേറെ ആളുടെ സഹായം വേണം. ഇങ്ങനെ നമുക്ക് ഭഗവാന്റെ ഏകാംശമായിരിക്കുന്ന കോടിക്കണക്കിന് സെല്ലുകളാണ് അനേക അംശങ്ങളായിട്ട്, അതും ഭഗവാന്റെ വിഭൂതിയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ജീവൻ ഇരിക്കുന്നത് ഇതിലൊരു അംശമായിട്ട്. അതാണ് ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞാൽ. ഏകാംശേന ശരീരഭൃത്, നമ്മുടെ ശരീരം ഏകാംശമായിട്ട് ജീവൻ നിൽക്കുന്നതുകൊണ്ട് ആ ശരീരത്തിൻ്റെ നിലനിൽപ്പ്, അല്ലാതെ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ. നമ്മളെ ഭൗതിക കാര്യങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ ദൈവിക സമ്പത്തിനെ, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭൗതികമായിട്ട് എന്തും നേടാനും അത് കുറച്ചു കാലമെങ്കിലും ആസ്വദിച്ച് ഉപയോഗിക്കാനും സാധിക്കും. ഭൗതികമായിട്ടുള്ള എന്ത് നേടിയാലും അതിനൊക്കെ നാശമുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ വേണ്ടത്, നമ്മുടെ ശരീരത്തിന് നാശമുണ്ടല്ലോ, അത് കിട്ടിയ സമയത്ത് അത് വേണ്ടത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ വിഭൂതി. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഭൂതി പറഞ്ഞതൊക്കെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ അതൊക്കെ ഒരുപാട് വീണ്ടും മനസ്സിലാക്കാനുണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ. അതൊന്നും വിസ്തരിച്ച് പറയാൻ സാധിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ? അനുഭവിച്ചറിഞ്ഞോളാം. ചില കാര്യങ്ങൾ, സൂക്ഷ്മ കാര്യങ്ങളൊക്കെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് അനുഭവിച്ചറിയണം. ഒരാൾക്കുണ്ടായ അതേ അനുഭവം തന്നെ മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊണ്ട് നിർബന്ധമൊന്നുമില്ല. ഒരാൾ ഈശ്വരനെ മനസ്സിലാക്കിയ അതേ പാതയിൽ ഇല്ലേ അതേപോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ മനസ്സിലാക്കുക. എല്ലാവരിലും ഇരിക്കുന്നത് ഈശ്വരന്റെ അംശം ഒന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ അവരവരുടെ ശരീരത്തിലൂടെ പ്രകടമാകുമ്പോൾ സ്വഭാവസ്തു പ്രവർത്തത. അപ്പൊ അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വധർമ്മം നിധനം ശ്രേയ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള കർമ്മം ചെയ്യുന്നവർക്കേ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെ സ്വഭാവത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധ്യമല്ല. ഫോളോ ചെയ്താൽ അത് അനുകരണമായിട്ട് മാറും. അനുകരിക്കാനല്ല പറഞ്ഞേക്കണേ, അനുസരിക്കാനാ. അനുസരിക്കാമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ട് അതിൽ നിന്ന് ഉള്ള അച്ചീവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് മാർഗം നൽകുക. ഇത് പലർക്കും പ്രശ്നമാണ്. കണ്ണും അടച്ച് ചിലരെ ഫോളോ ചെയ്യും. ഗുരുക്കന്മാരൊക്കെ ആയിരിക്കും. പക്ഷേ ഗുരു എന്തിനാണ്? നിങ്ങളിലുള്ള ഗുരുവിനെ കാണിച്ചു തരാനാ ഗുരു. നിങ്ങളിലുള്ള ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഗുരുവിന് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഗൈഡൻസ് എന്തിനാ? മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ കൃത്യനിഷ്ഠാഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ പഞ്ചഗുണങ്ങൾ ഫോളോ ചെയ്യില്ല. അപ്പോൾ ഒരാളുടെ ദീക്ഷ എടുത്തിട്ട് ഇല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പം അയാൾക്ക് ആ ഗുരുവിനൊരു ഉത്തരവാദിത്വമുണ്ട്, ശിഷ്യനെ യഥാർത്ഥ പാതയിൽ എത്തിക്കുക എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അദ്ദേഹം കൺട്രോൾ ചെയ്യും.
അതാണ് ഈ പ്രകൃതിയിൽ തന്നെ ആ കൺട്രോളിങ് നമ്മൾ ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടും നമ്മളെ ഭക്തിയുടെ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഗുരുക്കന്മാർ അദൃശ്യ രൂപത്തിൽ ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവർ ഓരോ ഘട്ടങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മണ്ഡലത്തിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ 10 സബ് മണ്ഡലങ്ങളുണ്ട്. ഓരോ 10 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിനും അതിൻ്റെ സീനിയർ സൂപ്പർവൈസർ ഉണ്ടാവും. അപ്പം ഓരോ മണ്ഡലം കടക്കുമ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു വലിയ സിസ്റ്റം ഭഗവാൻ ചെയ്തു വെച്ചിട്ടാണ്. അതിൽ 7ാമത്തെ മണ്ഡലത്തിലെത്തിയാൽ ഭഗവാൻ നേരിട്ട് ഇടപെടുക. അപ്പം ഇതൊക്കെ പ്രോസസ്സ് നടക്കുന്നത് ഭഗവാന്റെ കേവലമായിരിക്കുന്ന ഒരംശം കൊണ്ടാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ബാക്കി മുഴുവൻ ശക്തിയും 99 അംശവും ഭഗവാന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ശരീരത്തോടു കൂടി ജനിച്ചു, അതും ആസുരി സമ്പത്ത, അതിനെപ്പോലും രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ഫോളോ അപ്പ് ആക്കണം. നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം. യുക്താഹാര വികാരസ് യുക്തേജസ്സു കർമ്മസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാ. നമ്മുടെ ശരീരമാണ് മാധ്യമം. അപ്പോൾ ആ ശരീരത്തെ യഥാവിധി ആഹാര വിഹാരങ്ങളിൽ സംരക്ഷിച്ച് ഭൗതികമായ അറ്റാച്ച്മെൻറ്റും മമതയും അധികമില്ലാതെ ആ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കൺസിക്വൻസീസ് ഈ ശരീരം കൊണ്ട് തന്നെ ഓവർകം ചെയ്യണം. ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അതായത് 18 ശക്തിയാണ് ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരംശം, നമ്മുടെ ശരീരത്തിലുള്ള ഒരംശം, ജീവാത്മാവിൻ്റെ ഒരംശം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ബിന്ദു രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചക്രത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ ബിന്ദു രൂപത്തിലാണ് ഈ പറയുന്ന ജീവൻ നമ്മുടെ ശരീരത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന ഈ ലോകത്തെ ഒരംശം കൊണ്ടാണ്, ജീവനാകുന്ന ഒരംശം കൊണ്ടാണ് രക്ഷിക്കുന്നത്. അതാണ് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ശരീരത്തെ പോലും നിലനിർത്താൻ പറ്റൂ. അപ്പൊ നമുക്ക് 11 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളത് വിട്ടോളൂ, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ 11 ഇന്ദ്രിയങ്ങൾ നമുക്കറിയാമല്ലോ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, ഇത് നമ്മുടെ പരിധിയിലുള്ള, നമുക്ക് അറിവാൻ ഏറ്റവും വലിയ വിഭൂതിയാണ് അതിൽ. ഇത് മനസ്സ് ഭഗവാൻ ആകുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണിന് കാഴ്ച നൽകുന്നതും ചെവിയെ കേൾപ്പിക്കുന്നതും അതൊക്കെ ഈ ഏകാംശമായിരിക്കുന്ന ജീവന്റെ പ്രഭാവം കൊണ്ടാണ്, ജീവന്റെ ചൈതന്യം സാന്നിധ്യം മാത്രം കൊണ്ടാണ് നമുക്ക് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അതനുസരിച്ചുകൊണ്ട് പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവം മനസ്സാണ് മനസ്സിലാക്കി തരുന്നത്. ഈ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ നിയന്ത്രണത്തിലാക്കണം, അതിൻ്റെ നിയന്ത്രണത്തിൽ പോകരുത് എന്നർത്ഥം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു ചില സമയത്ത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ നിങ്ങൾ ഇറങ്ങി വഴി നടക്കുമ്പോഴോ പുറത്തു പോകുമ്പോഴോ നായ്ക്കളെ കാണും ഇല്ലേ? ഈ നായ്ക്കൾ ചിലപ്പം ഒരു ഓട്ടം കാണാം, നമ്മുടെയൊക്കെ ക്രോസ് ചെയ്ത് പോകും, ഭയങ്കര സ്പീഡിലായിരിക്കും പോവുക, എന്തോ ഒരു അത്യാവശ്യത്തിന് പോകുന്ന പോലെ പോക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതേപടി അതേ സ്പീഡിൽ തിരിച്ചു വരുന്ന കാണാം. എന്തിനാ അത് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ പോകും. ഇനി ഒരു യജമാനൻ പട്ടിയും കൊണ്ട് പോയാലും അതിൻ്റെ ചങ്ങല പിടിച്ചിരിക്കുന്ന ആൾ പോകുന്നത് ഈ നായ പോകുന്ന വഴിക്കായിരിക്കും. അത് വലിച്ചുകൊണ്ടാ പോകുന്ന. നായ എത്ര സ്പീഡിൽ പോകുന്നോ ഈ മനുഷ്യന്റെ കഴിവൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ചങ്ങല വിടാതിരുന്നാൽ നായ പോകുന്ന പോലെ എൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. അപ്പം ഈ നമ്മുടെ ശരീരത്തുള്ള ഈശ്വരനെ ഒരംശമായിട്ടിരിക്കുന്ന ആ ജീവശക്തിയെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. അതിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എത്ര ജന്മം എടുത്താലും തിരിച്ചറിയാൻ പറ്റില്ല. ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതിനെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ബാഹ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കും, കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പോയാൽ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളും അതിൻ്റെ പിന്നാലെ ഓടും. പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ അതനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. അപ്പം അതിൻ്റെ നിയന്ത്രണത്തിലായിട്ട് മാറും നമ്മൾ.
അതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിരോധിക്കുക എന്നല്ല അർത്ഥം. നിയന്ത്രിക്കുക, വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വേണം ഉപയോഗിക്കാൻ. വെറുതെ ജ്ഞാനേന്ദ്രിയങ്ങളെ നമുക്ക് പ്രവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കർമ്മേന്ദ്രിയങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഈ ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നോ ജ്ഞാനേന്ദ്രിയത്തിലൂടെ എന്തെങ്കിലും കണ്ടാൽ കണ്ടു എന്ന് അറിയിച്ചു തരുന്ന മനസ്സാണ്, എന്തെങ്കിലും കേട്ടാൽ കേട്ടു എന്ന് അറിയിച്ചു തരുന്ന മനസ്സാണ്. അതിനെ കർമ്മേന്ദ്രിയം കൊണ്ട് ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടുകൂടി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം വരുമ്പോഴും അതും മനസ്സാണ് അറിയിച്ചത്. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് വ്യത്യസ്തമായ ഭാവങ്ങൾ, ഗുണദോഷങ്ങൾ തിരിച്ചറിയുക, ആത്മവിഷയമായ അറിവ്, ഓർമ്മ, മറവി ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ ഏകാംശമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നു കൊണ്ടാണെന്നുള്ളത് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. ബാഹ്യമായ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യം അറിയണം, അപ്പോഴേ ബാഹ്യമായിട്ട് അറിയാൻ പറ്റും. അതാണ് ഇതിൽ ആത്യന്തികമായിട്ട് നമ്മൾ അറിയേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ അതേ കോപ്പിയാണ് അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകാംശമായിരിക്കുന്ന പ്രപഞ്ചപ്രാണനായിരിക്കുന്ന ആ ശക്തിയുടെ പ്രഭാവം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും ഏതൊക്കെ തരത്തിൽ ഈശ്വരന്റെ വിഭൂതിയായിട്ട് വരികയും പോവുകയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടോ അതേ പ്രോസസ്സ് നമ്മുടെ ശരീരത്ത് നടക്കുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ്. അപ്പൊ നമ്മുടെ ശരീരത്ത് നടക്കുന്ന ഈ പ്രോസസ്സുകൾ, അവസ്ഥാത്രയത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ആത്മശക്തി കൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ബാഹ്യമായിട്ടുള്ളത് അറിഞ്ഞിട്ടിപ്പോൾ എന്താ ചെയ്യുക? നമ്മളിലൂടെ ബോധം വന്നാൽ, നമ്മളിലൂടെ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കിയെല്ലാം ഒന്നാണെന്ന് മനസ്സിലാവും. പിന്നെ പ്രത്യേകമായിട്ട് അത് അറിയാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പുറത്തുള്ളതൊക്കെ ഇത്ര വിസ്തരിച്ച് അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചതിൻ്റെ കഥ. അപ്പം അതുകൊണ്ട് ആ വിഭൂതി യോഗം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ 4-5 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ ഭക്തി കൊണ്ടുണ്ടാക്കണം. ബുദ്ധിജ്ഞാന സമ്മോഹ ക്ഷമ സത്യം തമസമ, ആ വിഭൂതി യോഗത്തിൽ 4-5 ശ്ലോകങ്ങൾ പറഞ്ഞല്ലോ. അത് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു യോഗ്യതയാണ്. ഇതെല്ലാവർക്കും ദൈവിക സമ്പത്തുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യിക്കണം. ഇല്ലാത്തതല്ല. നിങ്ങൾ എന്നിൽ നിന്നുണ്ടായിട്ടുള്ള ഭാവങ്ങളാണെന്ന് പറഞ്ഞു. ആ ഭാവങ്ങൾ നമ്മളിലൂടെ പ്രകടമാകണം. ബാക്കിയുള്ളതിൽ എങ്ങനെ പ്രകടമാകുന്നു എന്ന് ആലോചിച്ച് അതിൻ്റെ ഊഹാഭാവങ്ങളിൽപ്പെട്ട് അതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ പായിച്ചാൽ അതിൻ്റെ പിന്നാലെ പോവും, അതേപടി തന്നെ തിരിച്ചു വരേണ്ടി വരും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നായ ചില സമയത്ത് ഒരു ഓട്ടം കൊടുക്കണ കാണാം. എന്തോ അത്യാവശ്യ കാര്യത്തിന് പോണ പോലെയാണ് പോവുക, അതേപടി തിരിച്ചും വരും. എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പണ്ടൊരു പാതിരി കപ്പ്യാരോട് ചന്തയ്ക്ക് പോകാൻ പറഞ്ഞ പോലെ, ചന്തയ്ക്ക് പോകാൻ പറഞ്ഞു, അയാൾ ഓടിപ്പടച്ച് ചന്തയ്ക്ക് പോയി തിരിച്ചു വന്നു. അച്ഛൻ ചന്തയ്ക്ക് പോകാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നിന്നോട് വെറുതെ ചന്തയ്ക്ക് പോകാനല്ല പറഞ്ഞ, കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു, നീ ഒന്ന് ചന്തയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. ഇയാള് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി ചന്തയ്ക്ക് പോയി, അതേപടി തന്നെ സ്പീഡിൽ തിരിച്ചു എന്ന് പറഞ്ഞ രീതിയിലാ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൽ നമ്മൾ പോയാൽ പിന്നെ അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു മാത്രമല്ല, ഒരു ജന്മം തന്നെ വേസ്റ്റായി പോകുന്ന അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ വിഭൂതി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞ അനന്യ ചിന്തയന്തോ മാമേ ജനാപരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. അത് മാത്രമല്ല അവസാനം ഭഗവാൻ പറഞ്ഞതെന്താ? മന്മനാഭവം മദ്ഭക്തോ മത്യാജി മാം നമസ്കുരു മാമേ വൈശ്യസിയുക്തൈവം ആത്മാനം മത്പരായണ. എന്നിൽ മനസ്സുറപ്പിച്ചവനും എൻ്റെ ഭക്തനും എനിക്ക് വേണ്ടി സർവവും സമർപ്പിക്കുന്നതിനുമായിട്ട് നീ ഭവിക്കുക എന്നർത്ഥം. എന്നെ നമസ്കരിക്കുക. അങ്ങനെ ഒരു വിധേയത്വത്തിലേക്ക് നമ്മൾ പരമ ആശ്രയമായിട്ട് ദൈവിക സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. നമ്മൾ സാധാരണഗതി ചെയ്യുന്ന ആസുരി സമ്പത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുക. ആസുരി സമ്പത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തിയിലേക്ക്, ഈശ്വര വിചാരം പോലും
ഈശ്വരനെ തേടി നടക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ഈ ജപതപാദികൾ ചെയ്യുന്നതും ഒക്കെ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അന്ധകരണശുദ്ധി ഉണ്ടാകില്ല, നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിന് പോകില്ല, നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അതേസമയം ദൈവിക സമ്പത്തിനെ ആശ്രയിച്ച് അതിനെ പോഷിപ്പിച്ച് നിർത്തിയാലോ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ അനായാസം നടക്കില്ല, അത് യോഗക്ഷേമമായിട്ട് നടക്കും. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവിക സമ്പത്തിനെ യഥാവിധി പോഷിപ്പിച്ച് അത് സജീവമാക്കി നമ്മുടെ ബുദ്ധിയിലും ഞാൻ ഈ പറയുന്ന 18 ശക്തികളിൽ അത് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ എപ്പോഴും മച്ചിത്ത മദ്ഗതപ്പാണ് ബോധയന്ത പരസ്പരം കഥയന്ത ശമാന്തിത്യം ദുഷ്ടന്തീജരം, നിങ്ങളെപ്പോഴും സന്തുഷ്ടരായിട്ട് നിങ്ങൾക്കുള്ള അനുഭവത്തിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടുപോയിരിക്കും. അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. തനിക്ക് അനുഭവം ഉണ്ടായാലേ നമുക്ക് അതനുസരിച്ചുകൊണ്ട് അനുഭവം ബോധ്യപ്പെടാം. അല്ലാതെ പുസ്തകത്തിൽ എഴുതിയ മാത്രം വായിച്ചാലൊന്നും ആ വാക്യാർത്ഥം പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ടൊന്നും ആർക്കും ഒന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമെന്നാ. നിങ്ങൾക്ക് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അനുഭവസ്ഥരുടെ കഥ പറയണം, അല്ലെ അനുഭവങ്ങൾ പറയണം. അപ്പോഴേ അത് ഇൻസ്പിറേഷനായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പലരുടെയും എങ്ങനെയാണ് എന്താ പറഞ്ഞേ ഒരു കുതിരവണ്ടിക്കാരനാകണം എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അവസ്ഥ, അതാരാണ് ശരിക്കും ഗൈഡ് ചെയ്ത്? നീ കുതിരവണ്ടിക്കാരനാകണം എന്നാണെന്ന് എൻ്റെ ഇച്ഛയെങ്കിൽ നീ ആയിക്കോളൂ. പക്ഷെ വെറുതെ ഒരു കുതിരവണ്ടിക്കാരനാകരുത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആ കുട്ടിയെ ഇൻസ്പിറേഷൻ കൊടുത്തത് എങ്ങനെയാ? ഭഗവാനെ തന്നെ കാണിച്ചു, സാരഥിയായിട്ട് നിൽക്കുന്ന ഭഗവാനെ കാണിച്ചു കൊടുത്തു. ഇതും ഒരു കുതിരവണ്ടിക്കാരനാ, നീ ഇതുപോലെ ഒരു കുതിരവണ്ടിക്കാരനാണ്. ഇതാണ് ഇൻസ്പിറേഷൻ. ഇതാണ് കഥയിൽ നിന്നും പ്രാക്ടിക്കൽ തലത്തിലേക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വ്യതിചരിക്കാത്ത ഒരു ബോധതലത്തിലേക്ക് ആ സംശയ ലേശമെന്നെ ആ മാർഗം സെലക്ട് ചെയ്യാൻ സാധിക്കും ആ കുട്ടിക്ക്. ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എങ്കിലല്ലേ നമുക്ക് മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഊഹാപോഹങ്ങളോ മറ്റുള്ളവരുടെ നിഗമനങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങളോ ഒന്നും പറയരുത്. നമ്മൾ അനുമാനങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പ്രോസസ്സിൽ വരുമ്പോൾ അനുമാനങ്ങളായിരിക്കും വരിക, ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ള അനുമാനങ്ങൾ. അത് നിങ്ങൾ പ്രാക്ടിക്കൽ തലത്തിൽ ചെയ്യുമ്പം അതിൻ്റെ അനുഭവം വരും. അപ്പോഴാണ് യഥാർത്ഥ തത്വദർശനം. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓം ആയേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശംഖചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.